ഒരു കുടുംബ ജീവൻ നയിക്കുന്നയാളെന്ന നിലയിൽ, പഠിക്കുന്നൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഒക്കെ നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണം. അപ്പോൾ ചില ആളുകൾ വിവാഹേതര ബന്ധങ്ങളിൽ പെടുന്നവരും വിവാഹത്തിന് മുമ്പുള്ള ബന്ധങ്ങളിൽ പെടുന്നവരും അവർ ഒന്നോർത്ത് നോക്കിയ വീട്ടിലുള്ള പാവപ്പെട്ട അപ്പനും അമ്മയും ഒക്കെ എന്തൊരു കമ്മിറ്റഡാണ്. അവർ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നു, വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നു, വീട്ടിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നമ്മൾ നൈസായിട്ട് പണിയൊക്കെ ഒപ്പിച്ചേച്ചും വന്ന് ആ വൃത്തിയായിരിക്കുന്ന വീട്ടിൽ, പ്രാർത്ഥന കൊണ്ട് നിറച്ച വീട്ടിൽ നമ്മൾ പാപാവസ്ഥയിൽ വന്ന് കയറുന്നു. അപ്പോൾ ഒന്നോർത്ത് നോക്കിയേ, നമ്മുടെ വീട്ടിലുള്ളവരുടെ കമ്മിറ്റ്മെൻ്റ് ഒന്ന് വിചിന്തനം ചെയ്യണം. ഓരോരുത്തർ വിചിന്തനം ചെയ്യണം. എൻ്റെ വീട്ടിലെ അമ്മ, എൻ്റെ വീട്ടിലെ അപ്പൻ, എൻ്റെ വീട്ടിലെ ഭാര്യ, എൻ്റെ വീട്ടിലെ മക്കൾ, ഞാൻ അതിൻ്റെ 7 അയലത്തെത്തിയിട്ടുണ്ടോ? എൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്താണ്? വീടെന്ന സംഭവത്തോടെ എൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്താണ്? ഇത് നമ്മളെപ്പോഴും ചിന്തിക്കണം. ഇത് ഈ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തവരൊരു ഭാരവും ചുമന്നുകൊണ്ട് നടക്കുന്ന പോലെയാണ്. ഇല്ല, ഉള്ളിലൊരു വല്ലാത്തൊരു തെറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് വീട്ടിലെങ്ങനെ നല്ല സന്തോഷത്തോടെ ചിരിക്കാൻ പറ്റുമോ? അഭിമാനത്തോടെ ജീവിക്കാൻ പറ്റുമോ? നേരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുമോ? അതാണ് അകം വൃത്തിയാകുമ്പോഴാണ് പുറംകുടി വൃത്തിയാകുന്നത്. അകം വൃത്തിയാകണം. അതാണ് മത്തായി 23:26 പറയുന്നത്. അകം വൃത്തിയാകണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം അകം വൃത്തിയാക്കുന്നവരുടെ പ്രത്യേകത എന്താണെന്നറിയാവോ? അകം വൃത്തിയാക്കുന്നവരുടെ പ്രത്യേകത അവർ തെറ്റിപ്പോയി എന്ന് പറയുന്നവരാ. കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്നവരാ അകം വൃത്തിയാക്കുന്നവർ. അവർക്ക് എപ്പോഴും ഒരു എളിമയുണ്ടാവും. ദൈവത്തിന് മുമ്പിൽ തെറ്റുകൾ ഏറ്റുപറയുന്നവരായിരിക്കും. തൻ്റെ അയോഗ്യതകളെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരുവൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അപൂർണതകളെ, അപാകതകളെ കണ്ടെത്താൻ പറ്റുന്നതാണ് ഒരുവൻ്റെ പൂർണ്ണത. അപ്പം എനിക്ക് തെറ്റിപ്പോയി എന്ന ചിന്തയും അതിനെക്കുറിച്ചുള്ള അവബോധവുമാണ് ഒരുവന് അകം വൃത്തിയാക്കുന്നവൻ്റെ പ്രത്യേകത. അതാണ് ധൂർത്തപുത്രൻ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 18-ാം വാക്യത്തിൽ അവൻ തീരുമാനമെടുത്തു, ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. അങ്ങനെ തീരുമാനിച്ച് അവിടെ ഇരുന്നത് മാത്രമല്ല, അവനത് നടപടിയാക്കി. ലൂക്കായുടെ സുവിശേഷം 15-21-ാം വാക്യത്തിൽ അവൻ എഴുന്നേറ്റ് പോയി പിതാവിനോട് പറഞ്ഞു, പിതാവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് പറയും. ഇത് അകം വൃത്തിയാക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ്. തെറ്റിപ്പോയി എന്ന് നമ്മൾ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ സംഭവം നമുക്കറിയാമല്ലോ. അത് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിലാണ്. അതിലും 13-ാമത്തെ വാക്യത്തിൽ, ലൂക്ക 18:13 ആ ചുങ്കക്കാരൻ മാറത്തടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും പറ്റാതെ പാപിയായ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കുമ്പസാരം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ പറയണം, പലരും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നവരുണ്ട്. ഗുഡ് മോർണിംഗ് ഫാദർ, കുമ്പസാര കുട്ടി വന്നിട്ട് ഗുഡ് മോർണിംഗ് ഫാദർ. യഥാർത്ഥത്തിൽ പറയേണ്ടത് ലൂക്ക 18:13 ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. ലൂക്ക 18:13 ദൈവമേ പാപിയായ എന്നിൽ കനിയണമേ. അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള ഒന്നാമത്തെ ഒരു നടപടി. അതാണ് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാം. അപ്പോൾ ഫരിസയൻ പ്രാർത്ഥിച്ചു, അയാൾ ഉപവാസം എടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെയുമല്ല എന്ന് പറഞ്ഞ് മറ്റവൻ അവഹേളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആരാ നീതീകരിക്കപ്പെട്ടത്? പാവപ്പെട്ട ചുങ്കക്കാരനാണ് നീതീകരിക്കപ്പെട്ടത്. അതാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാകുന്നത് എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയുമ്പോഴാണ്. തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുമ്പോഴാണ്. ഇനി നമുക്ക് ചിലപ്പോൾ തെറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ ഈ പാട്ട് തെറ്റിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നതുപോലെ നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, അത് സൈക്കിക് ഡിസോർഡറാണ്. നമുക്കൊരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ധൂർത്തപുത്രൻ ആദ്യം സ്വത്തൊക്കെ മേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അപ്പൻ പുറകെ നടന്ന് വിളിച്ചു കാണും, മോനെ പുകല്ലടാ എന്ന് പറഞ്ഞ് വിളിച്ചു കാണും. അപ്പോൾ അവനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ സൈക്കോയായിരുന്നു, അവന് തെറ്റ് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. പിന്നീട് അവന് പന്നിക്കൂട്ടിലായിരിക്കുമ്പോൾ അവൻ്റെ തെറ്റവന് മനസ്സിലായി. അപ്പോൾ ഒരു നോർമൽ മനുഷ്യനാണ് തൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മളെപ്പോഴും നമ്മളിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം, ഞാൻ സൈക്കോയാണോ നോർമലാണോ, ഞാൻ സൈക്കോയാണോ നോർമലാണോ, ഇത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ചില ആളുകൾ നമ്മളെ തിരുത്തും, തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. മുതിർന്നവരാകുമ്പോൾ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരികയില്ല. നമ്മളൊരു അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ മുഖത്തേക്കൊരു നോട്ടം അവർ നോക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോളണം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അരുതാത്തത് പറയുമ്പോൾ അവർ പെട്ടെന്ന് നിശബ്ദത പാലിക്കും. ആ നിശബ്ദതയിൽ നിന്ന് മനസ്സിലാക്കണം എന്തോ തെറ്റുപറ്റിയെന്ന്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറഞ്ഞു തരികയില്ല. ഈ പന്നിക്കൂട്ടി കിടന്നപ്പോൾ ധൂർത്തപുത്രൻ ആരാ പറഞ്ഞു കൊടുത്തത്? അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ആരെങ്കിലും വിളിച്ചോ? അല്ലെങ്കിൽ അവിടെ നിന്ന് പന്നിക്കൂട്ടിൽ നിന്ന് ആരെങ്കിലും വീട്ടിൽ പോകാൻ പറഞ്ഞോ? ഇത് രണ്ടും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ആ തെറ്റിനെക്കുറിച്ച് ബോധമുണ്ടായി. യഥാർത്ഥത്തിൽ അവൻ നോർമൽ മനുഷ്യനാണെന്നതിന് തെളിവാണത്. ഇനി വീട്ടിൽ വന്നപ്പോൾ മൂത്ത മകനും പിറുപിറുപ്പ്, അവനെ ശരിയാക്കാൻ വേണ്ടി, അവനോട് പറയാൻ വേണ്ടി, അവനെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി പിതാവ് പെടാപ്പാടുപെടുന്നുണ്ട്. അതാണ് ഒരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റാത്തവനെ സൈക്കോ എന്ന് വിളിക്കേണ്ടി വരും. ആത്മീയതയിലുമുണ്ട്, ഭൗതികതയിലുമുണ്ട് സൈക്കോ. അത് നമ്മൾ തിരിച്ചറിയണം. എനിക്കൊരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ, എനിക്കെന്തോ കുഴപ്പമുണ്ട്. ഒരുവൻ്റെ അപാകതകൾ മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അവൻ പരിപൂർണ മനുഷ്യനാകുന്നത്. ഒരുവൻ്റെ പാട്ട് തെറ്റുമ്പോഴും പാട്ട് തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പോഴാണ് അവൻ നല്ല പാട്ടുകാരനാകുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അകം മനസ്സിലാക്കാൻ പറ്റണം. എൻ്റെ ഉള്ളിലെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇനി അകം തിരിച്ചറിഞ്ഞവരെ, അതായത് എനിക്ക് കുറവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവരെ ഉപദേശിക്കേണ്ട ആവശ്യമുണ്ടോ? ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഈ ഫരിസേയരോടും നിയമജ്ഞരോടും ഇന്ന് ഈശോ വാതൊരാതെ ഉപദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളിങ്ങനെ പുറം മോടി കാണിച്ചിറന്നിട്ട് കാര്യമില്ല, നിങ്ങൾ അകം കൂടി വൃത്തിയാക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അകം തിരിച്ചറിയാത്തവരാണവർ. അകം തിരിച്ചറിഞ്ഞവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല. ധൂർത്തപുത്രൻ വീട്ടിൽ വന്നു, അവനോട് വല്ലതും പറഞ്ഞോ? അപ്പൻ വല്ല ഉപദേശവും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. പക്ഷേ അകം തിരിച്ചറിയാത്തവൻ ഒരുത്തൻ അവിടെ വീട്ടിലുണ്ട്, മൂത്ത മകൻ. അവനോട് പിതാവ് പറയേണ്ടി വന്നു, വാതോരാതിങ്ങനെ പറഞ്ഞു നടക്കേണ്ടി വന്നു. അതുകൊണ്ട് നമ്മളെ ആരെങ്കിലും ഉപദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ നന്നാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഉപദേശം നമ്മൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ അകം തിരിച്ചറിഞ്ഞിട്ടില്ല. മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് അകം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അകം തിരിച്ചറിയണം. അകം തിരിച്ചറിയുമ്പോഴാണ് പുറംകുടി ഭംഗിയാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളൊക്കെ ഒന്ന് ധ്യാനിക്കാം. ഇനി നമ്മൾ ഈ കാലഘട്ടത്തിൽ പല ഉടമ്പടികൾ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. പല ഉടമ്പടികൾ. ഈ ഉടമ്പടികൾ ഇങ്ങനെ പറഞ്ഞ് യഥാർത്ഥ ഉടമ്പടിയെ അത് മായ്ച്ചു കളയുന്നത് പോലെയാണ്. യഥാർത്ഥ ഉടമ്പടി എന്താ? നമ്മൾ കൂദാശകളിലൂടെ എടുത്ത ഉടമ്പടി. ഒരു പരസ്യമായിട്ടൊരു കല്യാണം നടത്തുമ്പോഴും സമൂഹത്തിൻ്റെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ എടുത്ത ഉടമ്പടിയാണ് ഇല്ലേ? സമൂഹത്തിൻ്റെ മുമ്പിലും സഭയുടെ മുമ്പിലും. ആ ഉടമ്പടി പാലിക്കാത്തവർ വേറെ ചില്ലറ ഉടമ്പടികൾ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് ഉടമ്പടി. അത് നമ്മൾ അകം വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഉടമ്പടി. ദൈവത്തോട് ഞാനിനി കൂടെ കുമ്പസാരിച്ചോളാം എന്ന് പറഞ്ഞത്, ഞാനിനി കൂടെ കുർബാന സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞത്, ഞാനിനി സഭയോട് ചേർന്ന് നിന്നോളാമെന്ന് പറഞ്ഞത്, മാമോദീസയിലൂടെ നിന്ന വെള്ളവസ്ത്രം അത് കളങ്കപ്പെടുത്താതെ സൂക്ഷിക്കാമെന്ന് മാതാപിതാക്കളും ജ്ഞാനപിതാക്കളും എടുത്ത ഉടമ്പടി, അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും ചിന്തയുണ്ടാണ്. ഉടമ്പടി എപ്പോഴും നമ്മളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കുർബാന അർപ്പിക്കുമ്പോഴും കുമ്പസാരിക്കുമ്പോഴും കുർബാന സ്വീകരിക്കുമ്പോഴും നമ്മൾ ദൈവത്തോടെടുത്ത കമ്മിറ്റ്മെൻറ്റ് നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കാര്യങ്ങളാണ്. നമുക്ക് അകം വൃത്തിയാക്കുന്നവർക്ക് എപ്പോഴും തെറ്റിപ്പോയി എന്ന ബോധമുണ്ടാകും. ഇനി അകം തിരിച്ചറിഞ്ഞവരെ ഉപദേശിക്കേണ്ട കാര്യമില്ല. ഇനി അകം തിരിച്ചറിഞ്ഞവർ എപ്പോഴും ഉടമ്പടി നവീകരിച്ചു കൊണ്ടിരിക്കും. അത് മനുഷ്യരുടെ മുമ്പിലല്ല, മനുഷ്യരുടെ മുമ്പിൽ ഒപ്പിടുന്ന ഉടമ്പടി അല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ പറയുന്ന ഉടമ്പടി. ഞാനിനി നന്നായിക്കോളാമെന്ന് നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യം എന്താ? നീ നന്നായാലും ഞങ്ങൾക്കെന്താ? ദൈവത്തോട് പറയുക. ദൈവത്തോടെടുത്ത ഉടമ്പടി നിൻ്റെ ഉള്ളിലെപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുക. ഇനി വേറൊരു വഴിയുണ്ട് എളുപ്പം രക്ഷപ്പെടാനായിട്ട്. അബദ്ധം നന്മയാക്കാൻ കഴിവുള്ളവനാണ്. ഇപ്പം തടസ്സങ്ങൾ പലതും ഉണ്ടല്ലോ. വിവാഹ തടസ്സം, വീട് തടസ്സം, അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സം, ഇങ്ങനെ കുറേ തടസ്സങ്ങളുള്ളവരും ഈ സംഭവം തന്നെ ചെയ്യുക. ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ദൈവമേ തെറ്റിപ്പോയി ദൈവമേ എന്ന് പറയുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാതാവ് ഒരു അപേക്ഷ ഏറ്റെടുത്തില്ലേ കാനായിലെ കല്യാണ നാളിൽ? അതെന്തുകൊണ്ടായിരിക്കാം? ചിലപ്പോൾ വീഞ്ഞ് തീർന്നു പോകാൻ കാരണം ആളുകളെ കൂടുതൽ വിളിച്ചത് കൊണ്ടാകാം, അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം വെച്ചത് കൊണ്ടാകാം. അപ്പം അവർക്ക് അബദ്ധം പറ്റി. കൂടുതൽ ആളുകൾ വന്നു,
ഭക്ഷണം തികഞ്ഞില്ല. അവർ ഈശോയുടെ അമ്മയോട് പോയി പറഞ്ഞു, അമ്മ പറ്റിപ്പോയമ്മ, കാര്യമായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, വിചാരിച്ചതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല, തെറ്റിപ്പോയമ്മ എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഈശോയോട് പറഞ്ഞു. ഈശോ അത് ശരിയാക്കി കൊടുത്തു. അതുപോലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നമുക്ക് അകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, കുറേ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. അമ്മയോടൊന്ന് പറഞ്ഞു നോക്ക്, അമ്മ തെറ്റിപ്പോയമ്മ, പുത്രനോടൊന്ന് പറയണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മാസം 8-ാം തീയതി മാതാവിൻ്റെ ബർത്ത്ഡേ അല്ലേ, 25-ാം തീയതി ഡിസംബർ 25 ഈശോയുടെ ബർത്ത്ഡേ അല്ലേ. ഇവരോട് 2 പേരോടും നല്ല ചങ്കായിട്ട് നിൽക്കുക. എടുത്ത ഉടമ്പടി, ഈശോയോട് എടുത്ത ഉടമ്പടി, അത് ചങ്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവരോടൊരു ഗിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ബർത്ത്ഡേ ഗിഫ്റ്റ് അവർ നമുക്ക് നൽകും. അതുകൊണ്ട് നല്ലതുപോലെ അങ്ങ് തെറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ അങ്ങ് നിൽക്കുക. അവർ നമ്മളെ അനുഗ്രഹിക്കും. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കണ്ണീരു തോരാത്ത ജീവിതങ്ങൾ കാണിക്കയേകുന്നു നിന്റെ മുൻപിൽ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാനായിൽ കനിവായ നാഥനോട് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദിവ്യകാരുണ്യത്തിൻ മാതാവേ, നവ്യ സ്നേഹത്തിൻ്റെ അമ്മേ, അമ്മയോടൊപ്പം അണിചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തുന്നു. ത്രിത്വൈക ദൈവത്തിന് മുമ്പിൽ വലിയ സ്വാതന്ത്ര്യമുള്ള പരിശുദ്ധമ്മേ, ഞങ്ങളുടെയും ദൈവത്തിൻ്റെയും മധ്യേ അമ്മ ഒരു മധ്യസ്ഥയെ പോലെ നിന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊന്ന് ശരിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പൂജപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. തൃക്കൈകളിൽ പൂജപാദങ്ങളിൽ കാണിക്കയായി സ്വയം നൽകുന്നു ഞാൻ. ആത്മാർപ്പണം ഈ ഹൃദയാർപ്പണം കൈക്കൊള്ളുവാൻ കനിവാകണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏകബലിയാൽ ദത്തെടുപ്പിൻ്റെ ജനതയെ അങ്ങേക്ക് വേണ്ടി അങ്ങ് നേടിയെടുത്തുവല്ലോ. അങ്ങേ സഭയിൽ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം.
അതുചിതവും ന്യായമന്ത്രി. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായൊരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണമുന്മൂലനം ചെയ്യുകയും ഉത്ഥാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിം വിണ്ടു. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായ പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വരും വരെ അങ്ങേ മരണങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ കത്തോലിക്ക തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ തിരുമുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും അക്കന്യകയുടെ വിരക്ത ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീത അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്നു ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ,
തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങളിലേക്ക് ദിവ്യകുഞ്ഞാണേ ഞങ്ങളെ കനിയണമേ. ലോകത്തിലെ പാപങ്ങളിലേക്ക് ദിവ്യകുഞ്ഞാണേ ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങളിലേക്ക് ദിവ്യകുഞ്ഞാണേ എങ്കിൽ സമ്മാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണ ഔഷധം ഞങ്ങളെ ഫലമണയിക്കുകയും കാരുണ്യപൂർവ്വം പൂർണ്ണതയിലെത്തിക്കുകയും ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തില് പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലനെ നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ.
അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യമാതാവിൻ്റെ ആശീർവാദം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.